ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ കറി വയ്ക്കുമ്പോൾ ആദ്യം ഞാൻ അത്ര ഓർത്തില്ല കേട്ടോ. നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കറിയാണ്. നമുക്ക് എല്ലാവരും കൂടിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടെന്ന് അറിയില്ല. മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ 5-6 കിട്ടി രുക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ മാങ്ങ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി അതുപോലെ 2 ശർക്കരയുടെ അല്ല നിങ്ങൾ ശർക്കര പാവാക്കിയിട്ട് അങ്ങനെ ഒഴിക്കാച്ചാൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ശർക്കരപ്പൊടി ഉപയോഗിക്കാച്ചാൽ അങ്ങനെ ചെയ്യാം, എന്തായാലും വേണ്ടില്ല. ഇങ്ങനെ ശർക്കരയുടെ പാവിലും അതുപോലെ 1 സ്പൂൺ നെയ്യും ഒഴിച്ചതിന് ശേഷം ഇതിൽ കിടന്ന് വെന്ത് ആ മാങ്ങയിലേക്ക് ഇതെല്ലാം പിടിക്കുന്ന പോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടു. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആണ് നമ്മളതിൽ ചേർക്കുന്നത്. എന്നിട്ട് നന്നായി വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് ഞാൻ ലേശം കൂടി ഇട്ട് കൊടുത്തു. നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പിടി നാളികേരം, അതായത് ഒരു അരമുറി തേങ്ങയൊക്കെ എടുക്കുക വെച്ചാൽ എടുത്തോളൂ. അതിലേക്ക് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് വെള്ളം കൂട്ടാതെ, അതായത് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കട്ട തൈര് ഉണ്ടല്ലോ, ആ തൈര് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കട്ട തൈര് നമ്മളിതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് പകരം കട്ട തൈര് ചേർത്ത് അരച്ച് നമ്മളിത് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ പുളി എങ്ങനെയാ വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ അതിൽ എടുക്കുന്നതിൻ്റെ അളവ് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ അങ്ങനെ നന്നായി നല്ല മിനുസമായി അരച്ചെടുക്കുക. ഇപ്പോൾ അമ്മിയമ്പലൊന്നും അരക്കില്ലല്ലോ, മിക്സഡ് ജാറിൽ തന്നെയല്ലേ. അപ്പോൾ നല്ല മിനുസമായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറുന്നനെ വേണം എന്നുള്ളത്, അതായത് നല്ല കട്ടിയോട് കൂടി വേണം എന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വല്ലാതെ കട്ടിയിലല്ല എന്നാൽ വല്ലാതെ ലൂസിലും എല്ലാം ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതാ മിക്സർ ജാറിലിരിക്കണു, അത് നമ്മുടെ വേവിച്ച മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ അരച്ച അരപ്പ് ചേർത്തതിന് ശേഷം 2 കറിവേപ്പില കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചരപ്പ് അതിലേക്ക് ചേർത്തു, ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ മിക്സർ ജാർ കഴുകി ഒരു തരി വെള്ളം കൂടി നമ്മളൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ അപ്പോൾ അത് അരപ്പ് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ 2 കറിവേപ്പിലും ഈ സമയത്ത് ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉലുവ പൊടി ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ വറുത്തിടുന്ന സമയത്ത് ഉലുവ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഉലുവയും ചേർത്തു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വന്നു. കറിവേപ്പിലയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് നമ്മൾ തിളച്ച് വന്നപ്പോൾ അത് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ മൺകലം ആയതിനാൽ നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചാലും നന്നായി തിളച്ച് കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നു, ഞാൻ വാങ്ങി വെച്ചിട്ട് എന്താക്കണ്ടില്ലേ, നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടുന്നത് എണ്ണയിലല്ല, നെയ്യിലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെയ്യിൽ വറുത്തിട്ട ഒരു പ്രത്യേക മണും രുചിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വാങ്ങി വെച്ചില്ലേ അടുപ്പത്ത് നിന്ന്, അപ്പോൾ തന്നെ എന്താ ഒരു മണം അറിയോ, ആ മണം മതി, ഹോ സാറേ എന്ന് പറയില്ലേ. അപ്പോൾ നെയ്യ് ഒഴിച്ചു, ചൂടായി വന്നപ്പോൾ കടുകും മുളകും കറിവേപ്പില ഇട്ട് വറുത്തു. നിങ്ങൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയം ഉലുവ കൂടി ചേർത്തോളൂ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാൻ ഒരു മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞ് ഞെരടി ചോറ് കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു സ്വാദ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പറഞ്ഞു, എന്നാലും ചില കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. ഇവിടെ നീനയ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എൻ്റെ എങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.